കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഉപയോഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ടെൻസിൻ്റെ വെർബ് ഫോമുകൾ എങ്ങനെയാണെന്നും വെർബുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു. V1 ക്രിയയുടെ കൂടെ ഡസ് ഡു എന്നിവ ചേർന്നിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ക്രിയകൾ ഉണ്ടാകുന്നത്. പിന്നീട് സിമ്പിൾ പ്രസന്റ് ടെൻസുകൾ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഒന്ന് ഹാബിറ്റുകളിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞതാണ്, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ, നാളെയോ അടുത്ത മാസമോ അടുത്ത വർഷമോ. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഫ്യൂച്ചറിൽ നടക്കുന്നതാണെങ്കിലും അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരിക്കും. ഒരു പ്രോഗ്രാം, ഒഫീഷ്യൽ പ്രോഗ്രാംസുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ രാഷ്ട്രത്തലവന്മാരുടെ പരിപാടികൾ, സന്ദർശനങ്ങൾ, ഒരു സംഘടനയുടെ ഒരു ഓർഗനൈസേഷൻ്റെ പരിപാടികൾ, ഇത്തരം സ്കൂളിൻ്റെ പരീക്ഷ, കോളേജ് നടത്തുന്ന പരീക്ഷകൾ, യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ, ഇപ്പോൾ PSC UPSC പോലുള്ള പരീക്ഷകളുടെ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നടക്കുന്നതാണെങ്കിലും മുൻകൂട്ടി പ്ലാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രെയിൻ ടൈമുകൾ, വലിയ ഉച്ചകോടികൾ, ഇപ്പം G8 രാജ്യങ്ങൾ, അതുപോലെ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന പോലത്തെ വൻ സംഘടനകളുടെയൊക്കെ സമ്മേളനങ്ങൾ, ഇതൊക്കെ ഉച്ചകോടികളൊക്കെ നമ്മൾ പറയുമ്പോൾ ഫീച്ചറിനെ കുറിച്ചാണ്, ഫീച്ചറിലാണ് നടക്കുന്നതെങ്കിലും ഇത്തരം പരിപാടികളൊക്കെ ഒഫീഷ്യൽ പ്രോഗ്രാംസുകളാണ്. അപ്പോൾ നമുക്ക് അത് സിമ്പിൾ പ്രസൻസ് പറഞ്ഞാൽ മതി. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ 2ാം വർഷ ബിരുദ പരീക്ഷ അടുത്ത മാസം 10-ന് തുടങ്ങും. അപ്പോൾ ഫ്യൂച്ചറാണ് വരേണ്ടത്. അപ്പോൾ തുടങ്ങുമെന്ന് പറയുന്നത് വിൽ ബിഗിനാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സിമ്പിൾ പ്രസൻസ് ഉപയോഗിക്കാം. ദ എക്സാമിനേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ബിഗിൻസ് ഓൺ നെക്സ്റ്റ് മന്ത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്ത മാസം അമേരിക്കയിൽ പോകും. ഇന്ത്യൻ പ്രധാനമന്ത്രിൻ്റെ പരിപാടികളൊക്കെ മുൻകൂട്ടി പ്ലാൻഡ് ആയിരിക്കും, മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തായിരിക്കും, ചാർട്ടേഡ് പരിപാടികൾ. അപ്പോൾ ഇത് നമ്മൾ വിൽ ഗോ അല്ലെങ്കിൽ വിൽ ഗോ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വിൽ വിസിറ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ മതി. വിസിറ്റ്സോ അല്ലെങ്കിൽ ഗോസോ പറഞ്ഞാൽ മതി. ദാറ്റ് പ്രൈം മിനിസ്റ്റർ ഗോസ് ടു USA നെക്സ്റ്റ് മന്ത്. ഇത്തരം ഒഫീഷ്യൽ പ്രോഗ്രാംസുകളെല്ലാം നമ്മൾ, ഫീച്ചർ നടക്കുന്ന ഒഫീഷ്യൽ പ്രോഗ്രാംസുകളെല്ലാം നമ്മൾ സിമ്പിൾ ഫീച്ചറിൽ പറയുന്നതിന് പകരം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ 2 ഉപയോഗം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കണ്ടീഷണൽ ക്ലോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ നന്നായി പഠിക്കുമെങ്കിൽ ഈ പരീക്ഷ പാസ്സാവും. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് ദ എക്സാം. അവർ നന്നായി പരിശീലിക്കുമെങ്കിൽ ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയും. ഇഫ് ദേ പ്രാക്ടീസ് വെൽ ദേ ക്യാൻ വിൻ ദിസ് മാച്ച്. അതുപോലെ ഞാൻ ഡൽഹിയിൽ പോവുകയാണെങ്കിൽ കുത്തബ് മിനാർ സന്ദർശിക്കും. ഇഫ് ഐ ഗോ ടു ഡൽഹി ഐ വിൽ വിസിറ്റ് കുത്തബ് മിനാർ. ഇതിൽ വിൽ വിസിറ്റ് എന്ന് പറയുന്നത് ഫീച്ചറാണ്. പക്ഷെ പോകുമെന്ന് പറയുന്നത് ഫീച്ചർ അതിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഫീച്ചറാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ എഴുതുന്നത് ഗോസ് എന്നാണ്, അല്ലെങ്കിൽ ഗോ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഈഫ് ചേരുന്ന കണ്ടീഷൻ ക്ലോസിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഈഫ് ചേരുന്ന ആ ഒരു ക്ലോസിൽ, അതായത് സബോർഡിനേറ്റ് ക്ലോസിൽ വിൽ ഗോന് പകരം എന്താണ് വെച്ചിരിക്കുന്നത്? ഗോ എന്ന വെർബാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗോ എന്ന സിമ്പിൾ പ്രസൻസ് എഴുതുന്നു, പറയുന്നു, പക്ഷേ നമ്മൾ കിട്ടുന്നത് അവിടെ എന്താണ്? ആശയം എന്താണ്? ഫീച്ചറാണ്. പോകും എങ്കിൽ, വരുമെങ്കിൽ, വിൽക്കുമെങ്കിൽ, സംസാരിക്കുമെങ്കിൽ, പറയുമെങ്കിൽ, അവൾ എന്നോട് അവളുടെ പ്രശ്നങ്ങൾ പറയുമെങ്കിൽ ഞാനത് പരിഹരിക്കും. അപ്പോൾ പറയുമെങ്കിൽ എന്ന് പറയുന്നത് ശരിക്കും വിൽ ടോക്ക് ആണ്, അല്ലെങ്കിൽ വിൽ സേ ആണ്. അപ്പോൾ ഇഫ് ഷീ വിൽ ടോക്ക് ടു മീ എന്ന് പറയുന്നതിന് പകരം ഇഫ് ഷീ ടോക്സ് മീ, അവൾ എന്നോട് പറയും. ഇഫ് ഷീ ടോക്സ് മീ, അവൾ എന്നോട് പറയുമെങ്കിൽ ഐ ഷാൽ സോൾവ് ഹെർ പ്രോബ്ലംസ്. ഞാൻ നാളെ കണ്ണൂരിൽ പോകുമെങ്കിൽ
ഒരു ഡിക്ഷണറി വാങ്ങിക്കും. അപ്പോൾ ഞാൻ പോകുമെങ്കിൽ എന്ന് പറയുന്നത് ഫീച്ചറാണ്. പക്ഷേ സിമ്പിൾ പ്രസൻസിലാണ് നമ്മൾ പറയുന്നത് ഇഫ് ഐ ഗോ ടു കണ്ണൂർ ടുമാറോ ഐ ഷാൽ ബൈ എ ഡിക്ഷണറി. അപ്പോൾ അവിടെ ഷാൽ ബൈ എ ഡിക്ഷണറി ഫീച്ചറാണ് എഴുതുന്നത്, ഫീച്ചറിൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിമ്പിൾ പ്രസൻസ് എഴുതുന്നു, പക്ഷേങ്കിൽ ഫീച്ചറാണ് നമ്മൾ ആശയം കിട്ടുന്നത്. പോകുമെങ്കിൽ, സംസാരിക്കുമെങ്കിൽ, തരുമെങ്കിൽ, അവരെനിക്ക് 10,000 രൂപ തരുമെങ്കിൽ ഞാനൊരു ബൈസിക്കിൾ വാങ്ങും. തരുമെങ്കിൽ ഫീച്ചറാണ്. പക്ഷേ പറയുന്ന നോക്കിക്കോ, ഇഫ് ഹി ഗിവ്സ് മീ 10,000 rupees ഐ ഷാൽ ബൈ എ ബൈസിക്കിൾ. ഇത്തരം കണ്ടീഷൻ ക്ലോസുകളിലൊക്കെ, കണ്ടീഷൻ ക്ലോസുകൾ 3 തരത്തിലുണ്ട്. അതായത് ഞാനിപ്പം പറഞ്ഞത് എന്താണ്, പ്രോബബിൾ കണ്ടീഷനാണ്. അടുത്തത് ഇംപ്രോബബിൾ കണ്ടീഷൻ ഉണ്ട്. അടുത്തത് മൂന്നാമത്തതാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ. അപ്പോൾ പ്രോബബിൾ കണ്ടീഷനുകളിൽ, സബോർഡിനേറ്റ് ക്ലോസുകളിൽ ഈഫ് ചേരുന്ന ഭാഗങ്ങളിൽ അതിനാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. അവിടെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ ഫീച്ചർ വി ഷുഡ് യൂസ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ സിമ്പിൾ പ്രസൻസ് ഈ തരത്തിൽ 3 യൂസേജ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രോബബ്സുകളിലൊക്കെ സിമ്പിൾ പ്രസൻസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രോബബ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അതിൽ പ്രാധാന്യമുണ്ട്, അപ്ഡേറ്റ് ആണ്. ഏത് കാലത്തും എത്ര നൂറ്റാണ്ടുകൾ മുമ്പേ പറഞ്ഞ പ്രോബബ്സ് ആയാലും ഇന്നും അതിന്, അതുകൊണ്ടാണ് പ്രോബബ്സിന് പ്രത്യേകത പറയുന്നത്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് പോലെ പ്രോബബ്സുകളൊക്കെ സിമ്പിൾ പ്രസൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ, പറയണ്ടാവും എന്താണ്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. മിണ്ടുന്നതെല്ലാം പൊന്നല്ല. അവിടെ ഈസാണ്, ഒരിക്കലും അത് വാസാവുന്നില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പുറമേ നിന്ന് കാണുന്ന കാഴ്ചകളെല്ലാം പലതിൻ്റെയും യാഥാർത്ഥ്യവത്തായ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ഉൾവശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോളിംഗ് സ്റ്റോൺ ഗേദേഴ്സ് എന്ന് പറയുന്നത്, ഗേദേഴ്സ് നോമോസ്, ഉരുടുന്ന കല്ലിൽ പായലും പൂക്കലും പിടിക്കില്ല. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി, ക്ഷേമപ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിൽ തുടങ്ങുക. ചാരിറ്റി ബിഗിൻസ് എന്ന് പറയുന്നത്, അല്ലാണ്ട് ബിഗേനോ അല്ലെങ്കിൽ വാസ് ബിഗിനിങ് എന്നോ പറയുന്നില്ല. സിമ്പിൾ പ്രസൻസാണ്, ബിഗിൻസ് അറ്റ് ഹോം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നത് നല്ലത് രോഗം വരാതെ തടയുന്നതാണ്. പ്രിവെൻഷൻ ഈസാണ്, അല്ലാണ്ട് വാസ് പറയുന്നില്ല. സിമ്പിൾ പ്രസൻസാണ് ഉപയോഗിക്കുന്നത്. അവിടെ വെർബ് ഈസാണ്, അതായത് ഒരു ആക്ഷൻ വെർബല്ല. അവിടെ വന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഈസാണ്, ആകുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ, തടയലാണ് നല്ലത്. രോഗം വരുന്നത് തടയുന്നതിന്, അതാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ, കൂടുതൽ നല്ലത് എന്താണ്, ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിച്ച് ഭേദമാകുന്നതിനൊക്കെ ചെയ്ത് ക്യൂർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ തടയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് പ്രോബബ്സുകൾ. ഏത് പ്രോബബ്സുകളായാലും നിങ്ങൾ നോക്കിക്കോ, അത് സിമ്പിൾ പ്രസൻസിലാണ് ഉണ്ടാവുക. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നെസസിറ്റി ഈസ് ദ ഓൾ ഇൻവെൻഷൻ ഓഫ് മൻ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ്. നെസസിറ്റി ഈസ് വരുന്നത് വാസൽ, എന്താണ്, ആവശ്യകതയാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും മാതാവ്. ഇങ്ങനെ പ്രോബബ്സുകളിലൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 തരത്തിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഞാനിവിടെ പറഞ്ഞു. ഹാബിറ്റുകളിൽ, അതുപോലെ തന്നെ കണ്ടീഷൻ ക്ലോസ്, ഒഫീഷ്യൽ പ്രോഗ്രാംസുകളിൽ ഫീച്ചർ നടക്കുന്നത് ഏത് പരിപാടിയാണ്. അടുത്ത ആഴ്ച നമ്മുടെ കോളേജ് അടക്കുമെന്ന് പറയുന്നത് അവിടെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. G8 രാജ്യങ്ങളുടെ ഉച്ചകോടി ഡൽഹിയിൽ നടക്കും. സാർക്ക് രാജ്യങ്ങളുടെ ഉച്ചകോടി നേപ്പാളിൽ നടക്കും അടുത്ത മാസം, അല്ലെങ്കിൽ 2014 മാർച്ചിൽ എന്നൊക്കെ പറയില്ല, 2014 എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചറുകളാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് അത് പ്രസൻറ്റിലല്ല നടക്കുന്നത്, ഫ്യൂച്ചറിലാണ്. മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവിടെ സിമ്പിൾ പ്രസൻസ് ആണ് ഉപയോഗിക്കുന്നത്, സിമ്പിൾ ഫ്യൂച്ചർ പറയുന്നത്. കാരണം ഇതാണ്, മുൻകൂട്ടി പ്ലാൻഡ് ആണ്. ഒഫീഷ്യൽ പ്രോഗ്രാംസ് ആണ്, ടൈം ടേബിൾ പ്രോഗ്രാംസ് ആണ്. അത് ട്രെയിനുകളുടെ ടൈമായാലും ഫ്ലൈറ്റുകളായാലും. നിങ്ങളിപ്പോൾ ഒരു എയർപോർട്ടിൽ പോയി, ഇപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് 10 മണിക്കാണ് നിങ്ങൾ എയർപോർട്ടിലെത്തി രാവിലെ. അപ്പോൾ നിങ്ങളെ ചോദിക്കുകയാണ് ദുബായിൽ നിന്നുള്ള ഫ്ലൈറ്റ് എത്ര മണിക്ക് ഇവിടെ എത്തുമെന്ന് പറയുന്നത്. ഇപ്പോൾ 12 മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ 10 മണിക്കാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചോദിച്ച ആൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരുന്ന മറുപടി ദുബായിൽ നിന്നുള്ള ഫ്ലൈറ്റ് 12 മണിക്ക് ഇവിടെ എത്തും. ഫീച്ചറാണ് വരുന്നത്. പക്ഷേ അയാൾ പറയാ ദ ഫ്ലൈറ്റ്സ് ഫ്രം ദുബായ് വിൽ അറൈവിന് പകരം എന്താ പറയുക, അറൈവ്സ് അറ്റ് 11 o'clock എന്നോ അല്ലെങ്കിൽ
12 o'clock എന്ന് പറയും. അപ്പോൾ അവിടെ ശരിക്ക് ഫ്യൂച്ചറാണ് ഉപയോഗിക്കുന്നത്, ഫ്യൂച്ചറാണ് ആശയം. പക്ഷേ സിമ്പിൾ പ്രസൻസിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് ടൈം ടേബിൾ പ്രോഗ്രാമാണ്, ഫിക്സഡ് പ്രോഗ്രാംസുകളാണ്. ഇങ്ങനെ ഏത് ഔദ്യോഗികമായാലും ഇപ്പം ഒരു വേൾഡ് ലെവലിൽ നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ മത്സരങ്ങൾ, അത് ക്രിക്കറ്റ്, ICC ആകാം, ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഒളിമ്പിക്സ്, എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ സിമ്പിൾ ഫീച്ചറിൽ പകരം നമ്മൾ സിമ്പിൾ പ്രസൻസ് ഉപയോഗിക്കും. അപ്പോൾ സിമ്പിൾ പ്രസൻസിൻ്റെ ഈ കാര്യങ്ങൾ, അതിൻ്റെ സ്ട്രക്ചർ, വെർബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എവിടെ ഉപയോഗിക്കുന്നു എന്നൊക്കെ വ്യക്തമാക്കിയ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്.